ഹരി ഓം. ദശകം 45, ശ്ലോകം 3. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. പദച്ഛേദം നോക്കാം. അനുസരതി ജന ഓഖേ, ജനൗഖേ, ജന പ്ലസ് ഓഖേ ആണ് ജനൗഖേ. കൗതുക വ്യാകുല അക്ഷേ, വ്യാകുലാക്ഷേ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിനാദം, കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ, കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ. അനുസരതി ജനൗഖേ കൗതുക വ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ. വലിത വദന പത്മം, വലിതവദന പത്മം പൃഷ്ഠതഃ, പൃഷ്ഠതോ ദത്ത ദൃഷ്ടി. വലിതവദന പത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി. കിം ഇവ, കിമിവ ന വിദധാധേ, വിദധാധേ കൗതുകം വാസുദേവ. കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. ശ്ലോകം 3 അന്വയവും അർത്ഥവും. അന്വയം: ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ അനുസരതി സതി കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ഠതഃ ദത്തദൃഷ്ടി വാസുദേവ യുവാം കിം ഇവ കൗതുകം ന വിദധാധേ. ജനൗഘേ, ജനൗഘേ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമൂഹം. അത് ഔഘം എന്ന് പറഞ്ഞാൽ സമൂഹം. അപ്പോൾ ജനൗഘേ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സമൂഹം. ഏത് ജനങ്ങളുടെ? ആ ഗോപന്മാരും ഗോപിമാരുമാകുന്ന ആ ജനസമൂഹം. കൗതുകവ്യാകുലാക്ഷേ, കൗതുകപരവശമായ നോട്ടത്തോടെ അനുസരതി ആ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ചെല്ലുമ്പോൾ, അപ്പോൾ അവർ മുമ്പോട്ട് എഴഞ്ഞു പോകുമ്പോൾ അവരെ പുറകിൽ നിന്ന് ഈ ഗോപന്മാരും ഗോപികമാരുമാകുന്ന ജനങ്ങൾ അവരുടെ ആ സന്തോഷത്തോടെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ. കിമപി കൃതനിനാദം, എന്തോ ഒരു ഒച്ച പുറപ്പെടുവിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദ്രവന്തൗ ഉദിച്ച് മണ്ടുന്നവരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊരു പ്രത്യേക ശബ്ദമൊക്കെ കേൾപ്പിക്കുമല്ലോ. ഇങ്ങനെ ആരെങ്കിലും നമ്മൾ കളിപ്പിക്കാൻ ചെല്ലുമ്പോഴും അവരെ പിടിക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക തരം ഒച്ച കേൾപ്പിക്കും. അപ്പോൾ അതുപോലെ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തോ, എന്തോ ഒരു ഒച്ച പുറപ്പെടുവിച്ച്, കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ഒരു ഒച്ച പുറപ്പെടുവിച്ച് പൊട്ടിച്ചിരിച്ചും കൊണ്ട് കുതിച്ചു മണ്ടുന്നവരും. വലിതവദന പത്മം പൃഷ്ഠതഃ ദത്തദൃഷ്ടി, ആ മുഖം വെട്ടിത്തിരിച്ചിട്ട് പിന്നിലേക്ക് ഉറ്റുനോക്കുന്നവരുമായ, എന്ന് വെച്ചാൽ ആ ഇവർ പിടിക്കാൻ ചെല്ലുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് കുതിച്ചു പോവും, മുന്നോട്ട് കുതിച്ചു പോവും. എന്നിട്ട് പിന്നെ എന്തു ചെയ്യും? കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും മുഖം തിരിച്ച് ഒന്ന് വെട്ടിത്തിരിച്ച് നോക്കും, പിന്നിലേക്ക് നോക്കും. അങ്ങനെ പിന്നിലേക്ക് നോക്കുമ്പോൾ എന്താ? ഇവർ ദൂരെയാണെന്ന് കാണും, ഈ പിടിക്കാൻ ചെല്ലുന്നവർ ദൂരെയാണെന്ന് കാണും. അപ്പോൾ അങ്ങനെ ചിരിച്ചും കൊണ്ട് പിന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ അതാണ് പറയുന്നത് വലിത വദനപത്മം പൃഷ്ഠതഃ ദത്തദൃഷ്ടി. ആ മുഖകമലം വെട്ടിത്തിരിച്ച് പിന്നിലേക്ക് ഉറ്റുനോക്കുന്നവരുമായ വാസുദേവ യുവാം കിം ഇവ കൗതുകം ന വിദധാതേ. വസുദേവപുത്ര,
എന്നുവെച്ചാൽ രണ്ടുപേരും പുത്രന്മാരാണല്ലോ. അപ്പോൾ വസുദേവപുത്ര, നിങ്ങൾ രണ്ടുപേരും എന്തൊരു കൗതുകത്തെ തന്നെ ഉളവാക്കിയില്ല എന്നുവെച്ചാൽ കാണികൾക്ക് എന്തൊരു കൗതുകത്തെ തന്നെ ഉളവാക്കിയില്ല എന്നുവെച്ചാൽ ഉളവാക്കി എന്നർത്ഥം. കാണികൾക്ക് വളരെയധികം കൗതുകത്തെ ഉളവാക്കി എന്നർത്ഥം. അപ്പോൾ അപ്രകാരം ആ മുട്ടുകാലിൽ ഇഴഞ്ഞ് കളിക്കുമ്പോൾ കാണുന്നവർക്ക് ആ കൗതുകത്തോട് കൂടിയിട്ട് ഈ ഗോപന്മാരും ഇവരെ പിടിക്കുവാനായിട്ട് പിന്നാലെ വരികയും ആദ്യം ഈ കുഞ്ഞുങ്ങളുടെ സഹജമായിട്ടുള്ള ആ ശബ്ദം പുറപ്പെടുവിച്ചും കൊണ്ട് തുടർന്ന് ആ ഉച്ചത്തിൽ ചിരിച്ചും കൊണ്ട് അവിടുന്ന് തൻ്റെ ജ്യേഷ്ഠനോട് കൂടിയിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങിയിട്ട് ആ മുഖാരവിന്ദത്തെ പിന്നിലേക്ക് തിരിഞ്ഞ് പിന്നിൽ വളരെ ദൂരെയായിപ്പോയ അവരെ എന്ന് വെച്ചാൽ ആ ഗോപഗണങ്ങളെ തിരിഞ്ഞു നോക്കുകയും അപ്രകാരം കണ്ടു നിൽക്കുന്ന ആ ഗോകുലവാസികൾക്ക് അത്യാനന്ദത്തെ പ്രദാനം ചെയ്യുകയും ചെയ്തുവല്ലോ എന്ന്. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപത്മം പൃഷ്ഠതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ.